ഇ ക്യൂബ് ലാംഗ്വേജ് ലാബ് എങ്ങനെയാണ് ഉപയോഗിക്കുകയെന്ന് നോക്കാം. ഇപ്പോൾ ഇ ക്യൂബ് ലാംഗ്വേജ് ലാബ് നമുക്ക് മൊബൈലിലും ലാപ്ടോപ്പിലും ഉപയോഗിക്കാൻ കഴിയും. ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണമെന്നില്ല. കുട്ടികൾക്ക് ഇംഗ്ലീഷ് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാനും അതിൻ്റെ ആക്ടിവിറ്റീസുകൾ ചെയ്യാനും വേണ്ടി കൈറ്റ് കേരള തയ്യാറാക്കിയ ഒരു സോഫ്റ്റ്വെയറാണ് ഇംഗ്ലീഷ് ഇ ക്യൂബ്. ഇത് ഓപ്പൺ ചെയ്യുന്നതിനായി ഡിസ്ക്രിപ്ഷനിൽ തന്നിരിക്കുന്ന ലിങ്കോ അല്ലെങ്കിൽ ഇവിടെ കാണുന്ന ഈ ലിങ്കോ ഓപ്പൺ ചെയ്യുക. ഈ ലിങ്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതേപോലെയുള്ള ഒരു വിൻഡോ നമുക്ക് പ്രത്യക്ഷമാകും. ഈ വിൻഡോയിൽ ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4 എന്നിങ്ങനെ കാണാൻ കഴിയും. ലെവൽ 1 1, 2 ക്ലാസ്സിലെ കുട്ടികൾക്കും, ലെവൽ 2 3, 4 ക്ലാസ്സിലെ കുട്ടികൾക്കും, ലെവൽ 3 5, 6 ക്ലാസ്സിലെ കുട്ടികൾക്കും, ലെവൽ 4 7, 8 ക്ലാസ്സിലെ കുട്ടികൾക്കും ആണ്. ഈ ഓരോ ലെവലിലും നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഉദാഹരണമായി ലെവൽ 3യിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ലെവൽ 3യിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ യൂസർ നെയിം, പാസ്വേഡ് ടൈപ്പ് ചെയ്യേണ്ട ഒരു സ്ഥലം കാണാം. ഇവിടെ നിങ്ങളുടെ ക്ലാസ് ഏതാണോ അത് ടൈപ്പ് ചെയ്യുക. യൂസർ നെയിം എന്നുള്ളിടത്തിൽ നിങ്ങളുടെ ക്ലാസ് ടൈപ്പ് ചെയ്യുക. ക്ലാസ് ടൈപ്പ് ചെയ്തതിന് ശേഷം ഡിവിഷൻ ഏതാണോ അത് ടൈപ്പ് ചെയ്യുക. ക്ലാസ്സും ഡിവിഷനും ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ റോൾ നമ്പറാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഇതേ കാര്യങ്ങൾ തന്നെയാണ് പാസ്വേഡായും നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മുടെ ക്ലാസ്, പിന്നെ ഡിവിഷൻ, പിന്നെ റോൾ നമ്പർ. ഇത് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന പാസ്വേഡിന് പകരം സ്റ്റാറാണ് കാണുക. അത് പാസ്വേഡിൻ്റെ കോളത്തിൽ ഈ ഒരു തരത്തിലാണ് കാണുക. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതിന് ശേഷം ഇവിടെയുള്ള ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കിതേപോലെയുള്ള ഒരു വിൻഡോ വരും. ഈ വിൻഡോയിൽ ഓരോരോ ആക്ടിവിറ്റിയായി ഓപ്പൺ ചെയ്തുകൊണ്ട് നമുക്കത് പ്രാക്ടീസ് ചെയ്യാവുന്ന. ഇതിൽ ഒന്നാമത്തെ ലേണിംഗ് ആക്ടിവിറ്റി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ സത്യ വാച്ച് ഔട്ട് എന്നുള്ള ഒരു പേജിലേക്ക് വന്നത് കാണും. ഇത് വായിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന പ്ലേ ഇതിൽ ക്ലിക്ക് ചെയ്ത് ഹലോ ചിൽഡ്രൻ, വായിച്ച് വെൽക്കം ടു സമഗ്ര ലൈബ്രറി. ഇങ്ങനെ Today ഈ ഭാഗത്ത് we are going to read the story. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ കഥയുടെ തുടർഭാഗങ്ങൾ കിട്ടും. ഇതും ഇതുപോലെ തന്നെ നമുക്ക് പ്ലേ സ്റ്റോറി കൊടുത്ത് അത് പ്ലേ ചെയ്യിച്ച് കേൾക്കാവുന്നതാണ്. ഇങ്ങനെയാണ് നിങ്ങൾ ഓരോരുത്തരും ഇതിൽ കാണുന്ന ആക്ടിവിറ്റീസുകൾ ചെയ്തു നോക്കേണ്ടത്.